So next is normal distribution or Gaussian distribution. Normal distribution അല്ലെങ്കിൽ Gaussian distribution എന്ന് പറയാം. ഇപ്പം തിയറിയിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതൊരു കണ്ടിന്യൂസ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്. കണ്ടിന്യൂസ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് എക്സ് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്റ്റേഷനും മീനും വേരിയൻസൊക്കെ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്ത് ചെയ്യുക. അതുപോലെ എക്സ് ടേക്സ് വാല്യൂസ് ബിറ്റ്വീൻ ഒരു ഇൻ്റർവൽ -∞ ഇൻഫിനിറ്റി എന്നൊരു എക്സ് ബിലോങ് ടു -∞ ഇൻഫിനിറ്റി ഒരു ഓപ്പൺ ഇൻ്റർവലിനകത്തായിരിക്കും നമുക്ക് വാല്യൂസ് എഴുതാൻ പറ്റുന്നത്, നോട്ട് ആസ് സിംഗിൾ ഇൻറ്റീജർ. ഓക്കെ, സോ എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് എക്സിന് അസൈൻ ചെയ്യാം. അപ്പോൾ അതാണ് ഒരു കണ്ടിന്യൂസ് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് വിത്ത് PDF. What is the PDF of normal distribution? It is 1/(2 pi) e raised to -1/2 x minus mu by sigma the whole square, where -∞ less than x less than +∞. x between -∞ and +∞ ആണെങ്കിൽ 1/(2 pi) e raised to -1/2 x minus mu by sigma the whole square. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഇതിൻ്റെ പവറിലായിട്ടാണ് ഇത്രയും ടേംസ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ PDF ഓഫ് എന്താ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ മ്യൂവിനെ നമുക്ക് മീനാന്ന് പറയാം. മീൻ ഇസ് മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആകുമ്പോൾ വേരിയൻസ് നമുക്ക് സിഗ്മ സ്ക്വയർ ആവും. ഓക്കെ, മീൻ ഇസ് മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് സിഗ്മ, വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പം ഇങ്ങനെയുള്ള റാൻഡം വേരിയബിൾ എക്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്താൽ വി റൈറ്റ് എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. എക്സ് ഫോളോസ് നമ്മൾ നേരത്തെ യൂണിഫോം ഒക്കെ എഴുതിയ പോലെ എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ. മ്യൂ ഈസ് ദ മീൻ ആൻഡ് സിഗ്മ സ്ക്വയർ ഈസ് ദ വേരിയൻസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് അതിൽ മ്യൂ മീനും സിഗ്മ സ്ക്വയർ വേരിയൻസ്. ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മ്യൂ 0യും വേരിയൻസ് 1ഉം ഇപ്പം മീൻ 0യും വേരിയൻസ് സിഗ്മ സ്ക്വയർ 1ഉം ആണെങ്കിൽ നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് മാറും? ഇപ്പം നമുക്കൊരു ഇസഡ് എന്നൊരു വേരിയബിളായിട്ട് എടുക്കാം. എഫ് ഓഫ് ഇസഡ് എന്തായിട്ട് മാറും? ഇഫ് മ്യൂ ഈസ് 0 സിഗ്മ 1, അപ്പോൾ 1/√2 pi e റൈസ് ടു മൈനസ് എന്താവും മ്യൂ 0. അപ്പോൾ x - 0 x സ്ക്വയർ തന്നെയാണ് സിഗ്മ 1. സോ -1/2 x സ്ക്വയർ ആയി. ഓക്കെ, സോറി x അല്ല ഇസഡ് സ്ക്വയർ. എ ന്യൂ വേരിയബിൾ ഇസഡ് -∞ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ +∞ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് ദാറ്റ് ഈസ് മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് 1ഉം ആണെങ്കിൽ സച്ച് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് നോർമൽ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ തന്നെയാണ്, പക്ഷേ അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം കിട്ടും. ഓക്കെ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ആൻഡ് ദ കറസ്പോണ്ടിങ് വേരിയബിൾ ഇസ് ഇസഡ്. സോ വി റൈറ്റ് ഇസഡ് ഫോളോസ് എൻ മ്യൂ എത്രയാ 0 സിഗ്മ സ്ക്വയർ 1. ഓക്കെ, അപ്പോൾ എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ഇസഡ് ഫോളോസ് n 0 1. ആൻഡ് വാട്ട് ഇസ് ഇസഡ്? ഇസഡ് ഇസ് ദ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഓക്കെ, ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ ഇസഡ് ഫ്രം ദിസ് എക്സ്. എക്സിന്ന് ഇസഡിലോട്ട് എത്താനായിട്ട് എക്സിന്ന് മ്യൂ മൈനസ് ചെയ്യുക, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സിന്ന് മീൻ മ്യൂ മൈനസ് ചെയ്യുക, സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So using this formula or conversion, we can convert the normal variable into a standard normal variable. Okay, അപ്പോൾ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF. അതുപോലെ സ്റ്റാൻഡേർഡ് നോർമലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നോർമലിൽ നിന്ന് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കാൻ വേണ്ടി ഈ ഒരു കൺവേർഷൻ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രാഫ് ഓഫ് നോർമൽ കർവ്. നോർമൽ കർവിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നോർമൽ കർവിൻ്റെ ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നോർമൽ കർവിൻ്റെ ഗ്രാഫ്. അതായത് ഈ കർവ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. +∞ -∞ആണ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ +∞ -∞ നടുക്ക് എന്തായാലും 0 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം മീൻ ആണ് നമുക്ക് ഈ കിട്ടിയ 0. അപ്പം മിഡിൽ വരുന്ന ഈ ഒറിജിൻ എന്ന് പറയുന്ന മീൻ 0 ആണ്. അതുപോലെ ഇതിൻ്റെ സിഗ്മ സ്ക്വയർ വേരിയൻസ് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഏത് ഡിസ്ട്രിബ്യൂഷനായി? ഇതൊരു സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവാണ്.
ഓക്കെ, സോ ദിസ് ഈസ് ദ കർവ് ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. ഇനി അപ്പോൾ സാധാ നോർമലിൻ്റെ എന്തായിരിക്കും? അതിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം. പക്ഷേ ഇവിടെ നമുക്ക് മീൻ 0 ആവണമെന്നില്ല. ഇത് മ്യൂ ആണ്. മ്യൂ എന്ന വാല്യൂ ആണിത്. ഓക്കെ, ഇപ്പം മ്യൂ എന്ന വാല്യൂവിലാണ് ഇത് സിമെട്രിക് ആയിട്ട് വരുന്നത്. ഈ കർവ് എന്തായാലും ഒരുപോലെ അറിയാലോ, ഒരു പീക്ക് ഒരു പോയിന്റ് എത്തും, പിന്നെ അത് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈന്, അതായത് ഇവിടെ ഇപ്പോൾ മ്യൂ 0, ഇവിടെ മ്യൂ 0 അല്ലാതെ വേറൊരു വാല്യൂ. അപ്പോൾ ഈ ഒരു ലൈനിലായിരിക്കും കർവ് സിമെട്രിക് ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ഈ ലൈനിൻ്റെ, ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഏതാണ്ട് ഒന്നുപോലെ, ഏതാണ്ടെന്നല്ല ഒരുപോലെ തന്നെയാണ്. ഈ ഏരിയ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ബോത്ത് ആർ സെയിം. അപ്പോൾ അതാണ് പറയുന്നത് കർവ് ഇസ് സിമെട്രിക്. അപ്പം നമുക്കിപ്പം ഇതിപ്പം മ്യൂ ആണ്, ഇത് സിഗ്മ സ്ക്വയർ. ഇവിടെ നമുക്ക് വേരിയൻസ് പറയാം. ഇപ്പം ഞാനിപ്പോൾ ഇത് സിഗ്മ സ്ക്വയർ 1 ആയിട്ട് എടുത്താൽ ഇതൊരു നോർമൽ കർവാണ്. ഇതിൻ്റെ മീൻ മ്യൂ സിഗ്മ സ്ക്വയർ 1 ആയിട്ട് എടുക്കും. മ്യൂ ഏത് വേണമെങ്കിലും ആവാം, 0 അല്ലാതെ വേറെ ഏതെങ്കിലും ആയിട്ട് നമുക്ക് നോക്കാം. 0 ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് സിഗ്മ സ്ക്വയർ ഒരു 1.5 ഇതിനേക്കാൾ കൂടുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ, സിഗ്മ സ്ക്വയർ ഇപ്പം 1ന് പകരം 1.5 ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുറച്ച് ഇങ്ങനെയാവും, ഫ്ലാറ്റ് ആവും. ഓക്കെ, എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ അപ്പുറത്തെ പോയിന്റിലായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് സിഗ്മ സ്ക്വയർ ഒരു 1.5 ആയിട്ട് എടുക്കണം. അതായത് 1നേക്കാൾ കൂടുമ്പോഴത്തേക്കും ആ കർവ് എന്തായിട്ട് വരും? ഫ്ലാറ്റ് ആയിട്ട് വരും. ഇനി 1നേക്കാൾ കുറയുമ്പോഴോ, ഈ സിഗ്മ സ്ക്വയർ 1നേക്കാൾ കുറഞ്ഞൊരു 0.5 ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ കുറച്ചും കൂടെ പീക്കാവും. ഓക്കെ, അപ്പം സിഗ്മ സ്ക്വയർ ഒരു 0.5 ആണെങ്കിൽ ഇതെന്താവും? കുറച്ചും കൂടെ പീക്കാവും. അപ്പം 0.5 അടുത്ത 1.5, അതായത് വേരിയൻസ് കുറയും തോറും വേരിയൻസ് കൂടും തോറും ഈ കർവ് ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും കർവിൻ്റെ ഷേപ്പിനൊരു മാറ്റവും ഇല്ല. ഇതൊരു ബെൽ ഷേപ്ഡ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് എത്തുമ്പോൾ അതിന് കൂടിയ ഏറ്റവും വലിയ വാല്യൂ വരും, പിന്നെ അത് കുറഞ്ഞു വരും, -∞ +∞ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കർവിൻ്റെ പ്രത്യേകത. സോ കർവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ബെൽ ഷേപ്ഡ് അല്ലേ? ബെൽ ഷേപ്ഡ് ആണ്. ഇറ്റ് ഈസ് സിമെട്രിക് എബൌട്ട് ദി മീൻ മ്യൂവിൽ സിമെട്രിക് ആണ്. മനസ്സിലായല്ലോ? കർവ് ബെൽ ഷേപ്ഡ് ആണ്. ഇത് സിമെട്രിക് എബൌട്ട് ദ മീൻ ആണ്. പിന്നെ എന്താ പ്രത്യേകത ഉള്ളത്? ആസ് സിഗ്മ ഇൻക്രീസസ്, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കൂടുന്തോറും കർവ് എന്തായിട്ട് വരും? മോർ ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഈ കർവ് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? +∞ -∞ ആയിരിക്കും എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ ഇതിൽ പറയാൻ പറ്റുന്നത്? പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം കർവിൻ്റെ കർവ് ഗ്രാഫാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേറൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോർമലിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. നമ്മൾ ബൈനോമിയലിനെ പോയിസോണിലോട്ട് അപ്രോച്ച് ചെയ്തില്ല. അതുപോലെ ബൈനോമിയൽ ടെൻസ് ടു നോർമൽ എപ്പോൾ? ആസ് n ബിക്കംസ് ലാർജ്, n ഇൻഫിനിറ്റി ആവണം. അതുപോലെ പ്രോബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ നോട്ട് വെരി സ്മോൾ, വളരെ ചെറുതാകണ്ട. വളരെ ചെറുതാകുമ്പോൾ അത് ടെൻഡിങ് ടു 0 ആകുമ്പോൾ ബൈനോമിയൽ എങ്ങോട്ട് പോകും? പോയിസോണിലോട്ട് പോകും. പക്ഷെ അത്ര വലിയ ചെറുതല്ല എങ്കിൽ വലിയ ഒരു നമ്പറാണ് നമ്മുടെ സൈസെങ്കിൽ, ട്രയലിൻ്റെ സൈസെങ്കിൽ ബൈനോമിയൽ നോർമലിലോട്ട് അപ്രോച്ച് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ കർവിൻ്റെ പ്രത്യേകത. ബെൽ ഷേപ്ഡ് ആണ്, സിമെട്രിക് എബൌട്ട് മീൻ. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് കൺവേർഷൻ ഞാൻ പറഞ്ഞില്ലേ, എക്സ് ഫോളോസ് n mu സിഗ്മ ആണെങ്കിൽ, n mu സിഗ്മ സ്ക്വയർ ആണെങ്കിൽ ചില ടെക്സ്റ്റിൽ സിഗ്മ എന്ന് എഴുതും, ചില ടെക്സ്റ്റിൽ സിഗ്മ സ്ക്വയർ എന്ന് എഴുതും. നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ z എഴുതാം. z ഫോളോസ് n 0 1 ആൻഡ് ദ കൺവേർഷൻ ഇസ് z is equal to x minus mu by സിഗ്മ. ഈ ഒരു കൺവേർഷൻ യൂസ് ചെയ്തിട്ടാണ് നോർമലിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ നമുക്കിവിടെ ഈ ഫോമുലയിൽ കാണാൻ പറ്റും ഇല്ലേ? 1/σ √2π (-1/x minus mu by sigma the whole square കണ്ടല്ലോ. ഈ x minus mu by sigma ആ രൂപത്തിൽ എഴുതാൻ കാരണം ഈ ഒരു കൺവേർഷൻ കൊണ്ടാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ ടേബിൾ. അപ്പോൾ ഈ ഒരു നോർമൽ കേസിൽ വി ക്യാൻ ഫൈൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. ഓരോ പ്രോബിലിറ്റി ചെയ്യാൻ പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തത് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലെ, കണ്ടിന്യൂസ് ടൈപ്പ് ആവും. വി ക്യാൻ ഇൻ്റഗ്രേറ്റ് വിത്തിൻ ദ ലിമിറ്റ്. ആ ലിമിറ്റ് ഏതാണ്? ഇപ്പം -a to b ആണെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം a to b എന്ന് എഴുതും. 0 to infinity ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 to infinity എന്ന് എഴുതും. -∞ ആണെങ്കിൽ ∞ എഴുതണം. പക്ഷേ ഇവിടെ നമ്മൾ ആ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് ഒരു ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കാൻ മതി നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കിട്ടും. അപ്പോൾ ആ ഒരു ടേബിളാണ് സ്റ്റാൻഡേർഡ് ടേബിൾ. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ ഒരു ടേബിൾ. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ദി സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ. ഇതിനകത്ത് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്താണ് ഇതിൻ്റെ കർവ്. ഓക്കെ, അത് എഴുതി കാണിക്കാം. അപ്പം ഇപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ കർവ് വരയ്ക്കാം. ഇവിടെ ഒരു ഇസഡ് എന്നൊരു വാല്യൂ, ഇസഡ് is equal to a എന്നൊരു വാല്യൂ എടുക്കാം. ഈ ഒരു പോസിറ്റീവാണ്, ക്ലിയർ ആണല്ലോ, ബിക്കോസ് 0യും ഇത് +∞, ഇത് -∞. അപ്പോൾ എന്തായാലും ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ഈ വാല്യൂ ആണ്. ഓക്കെ, ഈ വാല്യൂവിനിടയ്ക്കായിരിക്കും നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഇതിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ഏരിയ തന്നെയാണ് നമുക്ക് പ്രോബിലിറ്റി ആയിട്ട് കിട്ടുന്നത്. പ്രോബിലിറ്റി ഈസ് ഗിവൺ ബൈ ദ ഏരിയ ഇറ്റ് സെൽഫ്. പ്രോബിലിറ്റീസ് കിട്ടുന്നത് ഏരിയ. ഇതിൻ്റെ ഏരിയ എത്രയാണ്? സോ വാട്ട് ഇസ് ദ ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ്? ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് വെച്ചാൽ ടോട്ടൽ പ്രോബിലിറ്റി ആവും. ടോട്ടൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ടോട്ടൽ പ്രോബിലിറ്റി 1 തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ ഏരിയ, നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റി ആയിട്ടുള്ള 1 എന്ന വാല്യൂ ആണ്. അപ്പോൾ ഈ കർവ് നോക്കുവാണെങ്കിൽ ഈ കർവ് സിമെട്രിക് ആണ്. സോ ഈ പോയിന്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന അതേ ഏരിയ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും കവർ ചെയ്യും. ഓക്കെ, ഇത്രയും വരുന്ന ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ നിങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ട് സെയിം ഏരിയ ആണ്. അപ്പം ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ ഇതിൻ്റെ ഓരോ പാർട്ടും എന്തായിരിക്കും? സോ ഹാഫ് ഏരിയ എന്ന് വെച്ചാൽ 0.5 ആണ്. അതായത് ഈ സൈഡും 0.5 ആയിരിക്കും, ഈ സൈഡും 0.5 ആയിരിക്കും. അപ്പോൾ 0.5ഉം 0.5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുമല്ലോ. സോ ദാറ്റ് ഗിവ്സ് ദ ടോട്ടൽ ഏരിയ ഓർ ടോട്ടൽ പ്രോബിലിറ്റി. സോ പ്രോബിലിറ്റി, ടു ഫൈൻഡ് ദ പ്രോബിലിറ്റീസ് വി നീഡ് ടു ഫൈൻഡ് ദ ഏരിയ അണ്ടർ ദി കർവ്. അത് നമുക്ക് അതാണ് ആ പ്രോബിലിറ്റിയാണ് ടേബിളായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഹാഫ് ഏരിയ പറഞ്ഞു. അപ്പം നമുക്ക് ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ദാറ്റ് -∞ ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി. -∞ക്കും ഇൻഫിനിറ്റിക്കും ഇടയ്ക്കുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? -∞, കർവ് വരയ്ക്കുക, -∞ ഇൻഫിനിറ്റിക്ക് ഇടയ്ക്കുള്ള ഏരിയ 1 ആണ്, ടോട്ടൽ ഏരിയ ആയി. പ്രോബിലിറ്റി ദാറ്റ് 0 ലെസ് ദാൻ z ലെസ് ദാൻ ഇൻഫിനിറ്റി എന്താ? 0 to ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് ഏരിയ. 0.5 ആണ് ഏരിയ. അത് തന്നെയായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്ന -∞ ലെസ് ദാൻ z ലെസ് ദാൻ 0. -∞ to 0 വരുന്ന ഏരിയയും 0.5 ആയിരിക്കും.